പണി സിനിമ അത് ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും, ചിലർ കാണാനിരിക്കുന്നേ ഉണ്ടാവുള്ളൂ. അതിനെക്കുറിച്ചൊക്കെ അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ടാവും. പക്ഷേ പറഞ്ഞു വരുന്നത് അതല്ല. പണി സിനിമയ്ക്കെതിരെ റിവ്യൂ പോസ്റ്റ് ഇട്ട വിദ്യാർത്ഥിയെ ഫോണിൽ വിളിച്ച് അമർഷം അറിയിച്ച് നടനും സംവിധായകനുമായ ജോജു ജോർജ്. പണി സിനിമയിൽ സ്ത്രീപീഡന രംഗം ചിത്രീകരിച്ചതിൽ അപക്വത ഉണ്ട് എന്നായിരുന്നു പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയായ ആദർശ് HS വിമർശനം. ഞാൻ എല്ലാ സിനിമകളും കാണുന്നതാണ്. സിനിമകളെല്ലാം തിയേറ്ററിൽ നിന്നെ കാണിക്കണ്ട്, എല്ലാ സിനിമയും കാണിക്കണ്ട്. നീ ഒന്ന് പറഞ്ഞു കേട്ടോ, എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെ എങ്ങനെയാണ്. അല്ല, ഞാൻ ആ സിനിമ കണ്ടിട്ടുള്ള എന്റെ അഭിപ്രായമാണ് ഞാൻ ഇട്ടത്. ഞാൻ കാശ് കൊടുത്ത സിനിമ കണ്ട ആളാണ്. അപ്പൊ എനിക്ക് എന്റെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. അതാണ് ചെയ്തത്. പിന്നെ തീർച്ചയായിട്ടും നീ തീർച്ചയായിട്ടും പറഞ്ഞു. ഇത് ധൈര്യം ഉണ്ടോ എന്റെ നേരെ മുന്നിൽ വരാൻ? എന്തിനാ പേടിക്കുന്നേ? എന്തിനാ പേടിക്കണ്ടേ? അല്ല, താങ്കൾ ഞാൻ അഡ്രസ്സ് പറഞ്ഞു തന്നല്ലോ, വന്ന് കണ്ടോളൂ. എനിക്കൊരു പേടിയില്ല. ഞാൻ ഈ രാജ്യത്തല്ലേ ജീവിക്കുന്നത്. ഞാനൊരു പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയാണ്. നീ നിന്റെ അഭിപ്രായം വളരെ കൃത്യമായിട്ട് വളരെ നിന്റെ അറിവിൽ നീ എഴുതിയിട്ടിരിക്കുന്ന കാര്യത്തിൽ നീ എന്തിനാ പേടിക്കണേ? ഒരാളെ പേടിക്കുമെന്ന് നീ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, നീ മിടുക്കണല്ലോ, ഒട്ടും പേടിയില്ല. അല്ല, ഇങ്ങനെയല്ല ഒരു സിനിമ എടുക്കേണ്ടതെന്ന് മാത്രമാണ് പറഞ്ഞത്. ഒരു സിനിമയിൽ റേപ്പ് പോലുള്ള കാര്യങ്ങൾ ഇങ്ങനെയല്ല പോർട്രേ ചെയ്യേണ്ടത്. അത് നീ ഒന്ന് പഠിപ്പിച്ചാണ് അവിടെ എനിക്ക്. തീർച്ചയായിട്ടും ഞാൻ വരാം നിന്റെ അടുത്ത്. തീർച്ചയായിട്ടും. നാളെ എവിടെ ഉണ്ടാവും? നാളെ ഞാൻ ഒന്ന് പാലക്കാടേക്ക് പോകുന്നുണ്ട്. അങ്ങോട്ടേക്ക് വരുന്നുണ്ടോ? അതോ അല്ലെങ്കിൽ വേറെ ദിവസം എവിടാന്ന് വെച്ചാൽ പറഞ്ഞത്. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. നീ എല്ലാ ദിവസവും ഓർത്തിരുന്നാ മതി. എന്തിനാ? വേറെ പണിയൊന്നുമില്ലേ? ഇത് വളരെ മോശമാണ് ജോജു ജോർജ്. എനിക്ക് നിങ്ങളോട് കുറച്ച് റെസ്പെക്ട് ഉണ്ടായിരുന്നു. ഇത് പക്ഷെ വളരെ മോശമാണ്. ഇങ്ങനെ ഒരാളെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടല്ല ഒരു ക്രിറ്റിസിസത്തെ ഇങ്ങനെയല്ല ഫേസ് ചെയ്യണം. നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആണ്, അത് ആദ്യം മനസ്സിലാക്കണം. നിന്റെ ക്രിറ്റിസിസം ഞാൻ സത്യമായിട്ടും എനിക്ക്, അതായത് നീ പറഞ്ഞ വാക്കുകളിൽ ഭയങ്കര അർത്ഥമുണ്ട്. അതില് എനിക്ക് പഠിക്കണം, സത്യമായിട്ടും പഠിക്കണം. അത് നിന്റെ അടുത്ത് നേരിട്ട് വന്നിരുന്ന് പഠിക്കണം. അത് തീർച്ചയായിട്ടും. അല്ലടാ, എനിക്ക് അത് നീ കളയരുത് പ്ലീസ്. നിന്റെ റെസ്പെക്ട് ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നമാവും. നിങ്ങൾ ഈ ജോസഫ് ഒക്കെ പോലത്തെ സിനിമയിൽ നല്ല അഭിനയം കാഴ്ചവെച്ച ആളല്ലേ. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആൾ എന്തെങ്കിലും പറയുമ്പോഴത്തെ ഇത്രയും പ്രൊവോക്ഡ് ആവേണ്ട ആവശ്യം എന്താണ്? ആരാണ് പ്രൊവോക്ക്? ഞാൻ പ്രൊവോക്ക് നിന്നെ കണ്ടെത്തണമെന്ന് ആദ്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു റിസർച്ച് സ്കോളറാണ്. നിങ്ങൾക്ക് ഇവിടെ വന്ന ക്യാമ്പസ് വന്ന് എന്നെ കാണാം. ഞാൻ പ്രൊവോക്ടായ നീ മുള്ളിപ്പോ. എനിക്ക് മുള്ളാൻ നിങ്ങളുടെ പ്രൊവോക്കേഷന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ അല്ലാതെ എല്ലാ ദിവസവും മുള്ളാറുണ്ട്. പടം ഫ്ലോപ്പാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് കളക്ഷൻ ഉണ്ടാവും, അതെന്റെ പ്രശ്നമല്ല. എനിക്ക് ആ സിനിമ എന്നെ സാറ്റിസ്ഫൈ ചെയ്തില്ല. എന്താ കാണിച്ചു തരാന്നാ പറഞ്ഞ കേട്ടില്ല. കാണാം. ശരി. വിവരങ്ങളുമായി ഗോകുൽനാഥ് ചേരുന്നു. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഇതെന്തൊക്കെയാണ് നടക്കുന്നത്? എന്താണ് ജോജു ജോർജിനെ ഇത്രയധികം പ്രകോപിതനാക്കിയത്? ഈ റിവ്യൂവിൽ എന്താണ് വളരെ കൃത്യമായി ഈ വിദ്യാർത്ഥി പറഞ്ഞിട്ടുള്ളത്? മോത്തി, പണി എന്ന ചിത്രം ഇപ്പോൾ വളരെ വിജയകരമായി തിയേറ്ററുകളിൽ മുൻപോട്ട് പോകുന്ന ചിത്രമാണ്. ഈ ചിത്രത്തിനെതിരെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ആദർ ചിത്രത്തിലൊരു പോസ്റ്റ് എഴുതുന്നത്. അതിൽ സിനിമയിലെ ഒരു ചെറിയ ഒരു രംഗവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഒരു റേപ്പുമായി ബന്ധപ്പെട്ട് സ്ത്രീപീഡന രംഗം അത് ചിത്രീകരിച്ചിരിക്കുന്നതിൽ അപക്വമായ നിലപാടാണ് സംവിധായകനുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് ആദർശ് എഴുതിയിട്ടിരുന്നത്. അതിൽ സ്ത്രീയെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഒരു റേപ്പ് രംഗം ചിത്രീകരിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും അപക്വമായ രീതിയിലാണ് അതിൽ ചിത്രീകരിച്ചു വെച്ചത് തുടങ്ങിയ കാര്യങ്ങളിലൂടെയാണ് ആദർശ് HS ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. ഈ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെയായി വളരെ വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തു. ഇത് ശ്രദ്ധയിൽപ്പെട്ട ജോജു ജോർജ് ഇത്തരത്തിൽ ആദർശ് HS വിളിക്കുകയായിരുന്നു. വിളിച്ചാണ് തൻ്റെ അമർഷം അറിയിച്ചത്. ആ അമർഷത്തിൽ വ്യക്തമായി തന്നെ ജോജു ജോർജ് പറയുന്നുണ്ട് ഇത്തരത്തിൽ താൻ വലിയ ബജറ്റിലാണ് ഈ ചിത്രം കൊണ്ടുപോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു റിവ്യൂ ബോംബിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങൾ ഉയരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ജോജു ജോർജ് പറഞ്ഞത്. എന്നാൽ അതിനപ്പുറത്തേക്ക് സ്ത്രീയെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന രീതിയിലാണ് പല സീനുകളും ഉള്ളത്. അത് ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു, അത് അപക്വമാണ് എന്നുള്ളതാണ് ആദർശ് തിരിച്ച് സംസാരിക്കുന്നത്. ഇതൊക്കെ വാട്സാപ്പിൽ നടന്ന കോളാണ്. അതുകൊണ്ട് തന്നെ ആദർശ് ഇത് വീഡിയോ റെക്കോർഡ് ചെയ്താണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പോസ്റ്റായി ഇട്ടിരിക്കുന്നത്. അതിനുശേഷം ഇത് വലിയ വാർത്തയിലേക്ക് തന്നെ പോവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ സംവിധായകനായ ജോജു ജോർജിന്റെ പ്രതികരണം ലഭ്യമാണ്, അത് നോക്കാം. ഒരുപാട് വലിയ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണത്.
അപ്പോൾ ആ സിനിമയുടെ പേരിൽ ആദ്യത്തെ 2 ദിവസങ്ങൾ ഡിഗ്രേഡിങ് നമ്മളെ വളരെ തളർത്തി. പക്ഷെ പ്രേക്ഷകർ ആ സിനിമ ഏറ്റെടുത്തു. അത് ഭാഗ്യെന്നോ ദൈവാനുഗ്രഹമെന്നോ എന്തുവേണമെങ്കിലും വിളിക്കാം. അപ്പോൾ അതിനുശേഷം ഈ സിനിമയുടെ നെഗറ്റീവ് പ്രിന്റ്, ഇതിന്റെ പ്രിന്റുകൾ വന്നു പല സൈറ്റുകളിൽ. നമ്മളിരുന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് റിവ്യൂസ് വന്നിട്ടുണ്ട് നെഗറ്റീവായിട്ട്. ഞാൻ ഒരാളെ പോലും വിളിച്ചിട്ടില്ല. അതെല്ലാം അഭിപ്രായ സ്വാതന്ത്ര്യം തന്നെയാണ്. എന്റെ സിനിമ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് തന്നെ പറയണം. അത് നല്ലതാണെന്ന് പറയണമെന്ന് ഒരിക്കലും പറയുന്നില്ല. പക്ഷെ ഈ പർട്ടിക്കുലർ കക്ഷി ഒരേ റിവ്യൂ ഒരുപാട് സ്ഥലങ്ങളിൽ കോപ്പി പേസ്റ്റ് ചെയ്യുകയും അത് പ്രചരിപ്പിക്കുകയും പലരോടും വ്യക്തിപരമായ കമന്റുകളുടെ അടിയിൽ ഈ സിനിമ കാണരുത് എന്ന് എഴുതുകയും ചെയ്തിട്ടുള്ള ആളാണ്. ഇത്രയും ഈ സിനിമയെ കുറിച്ച് മോശം പറഞ്ഞിട്ടുള്ള ഒരാളെ പോലും ഞാൻ വിളിച്ചിട്ടില്ല, ഞാൻ വിളിക്കത്തുമില്ല. കാരണം ഞാൻ വിധിയിൽ വിശ്വസിക്കുന്ന ആളാണ്. എനിക്ക് വിധി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് യോഗം ഉണ്ടെങ്കിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വളരെ സ്ട്രഗിൾ ആണ് ഒരു സിനിമ നിലനിർത്തിക്കൊണ്ട് പോവുക. അത് ജോർജിന്റെ പ്രതികരണമാണത്.